ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി 1 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കോടതികളിലെ അടിസ്ഥാന സൌകര്യ വികസനം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃത് കാലത്ത് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഭാരത് ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ. നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ന് ദേശീയ കർഷക ദിനം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി 1 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്തോഷം പ്രകടിപ്പിച്ചു. ഇത്തരം പദ്ധതികളുടെ പ്രയോജനങ്ങൾ രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവരിലേക്ക് എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് അടുത്തിടെ പാസാക്കിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതിന് എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കോടതികളുടെ അടിസ്ഥാന സൌകര്യ വികസനവും കമ്പ്യൂട്ടർവത്കരണവും അടുത്ത വർഷം ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ചണ്ഡീഗഡിൽ സൈബർ ഓപ്പറേഷൻ ആൻഡ് സെക്യൂരിറ്റി സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ചിന്തയിൽ അധിഷ്ഠിതമായ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ പ്രാവർത്തികമാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കുന്നതോടെ രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥ ലോകത്തെ ഏറ്റവും ആധുനിക രീതിയിലുള്ളതാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത് കാലത്ത് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഭാരത് ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ S. സോമനാഥ്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ ചന്ദ്രനിൽ ഇറങ്ങുമെന്ന് അഹമ്മദാബാദിൽ നടന്ന ഭാരതീയ വിജ്ഞാൻ സമ്മേളനത്തിൽ യുവ ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്യവേ ശ്രീ സോമനാഥ് പറഞ്ഞു. തങ്ങളുടെ അറിവും കഴിവും ഉപയോഗിച്ച് വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് സംഭാവന നൽകാൻ യുവ ശാസ്ത്രജ്ഞരോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഗവേഷണങ്ങൾ സമൂഹത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ അക്കാദമിക് സ്ഥാപനങ്ങളും വ്യവസായങ്ങളും തമ്മിലുള്ള ഏകോപനവും കൈമാറ്റവും അനിവാര്യമാണെന്ന് ശ്രീ സോമനാഥ് പറഞ്ഞു. ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ വികസനത്തിനായി രാജ്യത്തുടനീളം 740 ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട. ഇന്നലെ പശ്ചിമ ബംഗാളിലെ ജാർഗ്രാമിൽ സന്താലി ഭാഷാ വിജയ ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ മന്ത്രാലയം ഇതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. നിലവിൽ രാജ്യത്ത് 200ഓളം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്. 6 മുതൽ 12 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കൂളുകളിൽ സൌജന്യ വിദ്യാഭ്യാസം നൽകുമെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി ശ്രീ മുണ്ട പറഞ്ഞു. രാജ്യത്തുടനീളം 10,000 അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചു. അതേസമയം GOC 16 കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ സന്ദീപ് ജെയിൻ, ജമ്മുകശ്മീർ DGP, IGP ഉൾപ്പെടെയുള്ളവർ തെരച്ചിൽ നടപടികൾക്ക് നേതൃത്വം നൽകി വരികയാണ്. പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ലഷ്കർ ഇ തയ്ബ, ജെയ്ഷെ മുഹമ്മദ് സംഘടനകളിൽ ഏതെങ്കിലും ഉൾപ്പെട്ടവരാകാം ആക്രമണത്തിന് പിന്നിൽ എന്നാണ് നിഗമനം. ജമ്മുകശ്മീരിലെ പൂഞ്ച്, രജൌരി ജില്ലകളിൽ ഇന്ന് പുലർച്ചെ മുതൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചു. വ്യാജ പ്രചരണങ്ങൾ തടയാനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുമുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് നടപടി. സൈനിക വാഹനത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തിൽ 4 സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുകയാണ്. BJP ദേശീയ ഭാരവാഹികളുടെ യോഗം 2ാം ദിവസമായ ഇന്ന് ന്യൂഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ആരംഭിച്ചു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനും പാർട്ടിയുടെ ഭാവി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമാണ് BJP അധ്യക്ഷൻ JP നദ്ദയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. ഇന്നലെ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം അവലോകനം ചെയ്യാനും 2 ദിവസത്തെ യോഗം ലക്ഷ്യമിടുന്നു. തമിഴ്നാട്ടിലെ എണ്ണൂർ ജലാശയത്തിൽ മിഷോങ് ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ എണ്ണ ചോർച്ചയിൽ നാശനഷ്ടമുണ്ടായവർക്ക് തമിഴ്നാട് സർക്കാർ 8,68,00,000 രൂപ സഹായധനം പ്രഖ്യാപിച്ചു. എണ്ണ ചോർച്ച സാരമായി ബാധിച്ച തീരദേശ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന 2,301 കുടുംബങ്ങൾക്ക് 12,500 രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. വള്ളങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ച മീൻപിടുത്തക്കാർക്ക് 10,000 രൂപ വീതം ദുരിതാശ്വാസമായി നൽകും.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. പാലക്കാട് നഗരസഭയിലും കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നഗരസഭയിലും പായം പഞ്ചായത്തിലും പര്യടനം പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ആന്തൂർ നഗരസഭയിലും അച്ചൻകുന്ന് പഞ്ചായത്തിലും പര്യടനം എത്തിച്ചേരും. സൌജന്യ മെഡിക്കൽ ക്യാമ്പ്, ഉജ്ജ്വൽ യോജന സൌജന്യ ഗ്യാസ് കണക്ഷൻ അപേക്ഷ സ്വീകരിക്കൽ, ജൻ ഔഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ എന്നിവ യാത്രാ പര്യടന കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. മറ്റു ജില്ലകളിൽ യാത്ര ചൊവ്വാഴ്ച പുനരാരംഭിക്കും. നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. വൈകുന്നേരം വട്ടിയൂർക്കാവ് പോളിടെക്നിക് കോളേജിൽ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലങ്ങളിലെ സംയുക്ത സന്ദർശനത്തോടെയാണ് നവകേരള സദസ്സിന് സമാപനം കുറിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ കോവളം, നേമം, കഴക്കൂട്ടം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിലാണ് പര്യടനം. രാവിലെ ഇടപ്പഴിഞ്ഞിയിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രഭാത യോഗം നടന്നു. ഇപ്പോൾ കോവളം നിയോജക മണ്ഡലത്തിലാണ് നവകേരള സദസ്സ് പുരോഗമിക്കുന്നത്. വൈകുന്നേരം പൂജപ്പുര മൈതാനത്തും കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും പര്യടനം നടക്കും. ശബരിമല മണ്ഡല പൂജയ്ക്കായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ ആരംഭിച്ച തങ്ക അങ്കി ഘോഷയാത്രയ്ക്ക് ഇലന്തൂർ ഭഗവതികുന്ന് അമ്പലത്തിൽ സ്വീകരണം നൽകി. ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെല്ലാം വൻ സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളത്. ഘോഷയാത്ര കടന്നുപോകുന്ന 69 സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി മറ്റന്നാൾ ഉച്ചയ്ക്ക് മുൻപ് പമ്പയിലെത്തും. അന്ന് വൈകിട്ട് 6:30 തങ്ക അങ്കി ചാർത്തി ദീപാരാധന നടക്കും. 27 ഉച്ചയ്ക്ക് തങ്ക അങ്കി ചാർത്തി മണ്ഡലപൂജയും നടക്കും. ഇന്ന് ദേശീയ കർഷക ദിനം. കർഷകരെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ വർഷവും ഡിസംബർ 23 ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് ദേശീയ കർഷക ദിനം ആചരിക്കുന്നത്. സുസ്ഥിര ഭക്ഷ്യസുരക്ഷയ്ക്കും പാരമ്പര്യത്തിലേക്കുള്ള മടങ്ങിവരവിനും സ്മാർട്ട് പരിഹാരം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. 2011 263 ചൈനീസ് പൌരന്മാർക്ക് വിസ അനുവദിച്ചതിലെ ക്രമക്കേടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് MP കാർത്തി ചിദംബരം ഇന്ന് ന്യൂഡൽഹിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷിക്കുന്ന കേസിൽ ഹാജരാകാൻ കേന്ദ്ര ഏജൻസി 2 തവണ കാർത്തി ചിദംബരത്തിന് സമൻസ് അയച്ചിരുന്നു. അടുത്ത 4 ദിവസത്തേക്ക് കേരളം, മാഹി, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ, ലഡാക്ക്, ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ, മുസാഫറാബാദ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട നേരിയ മഴയും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന് IMD കൂട്ടിച്ചേർത്തു. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് 3ാം ദിനത്തിൽ ഓസ്ട്രേലിയ 2 വിക്കറ്റിന് 107 റൺസ് എന്ന നിലയിൽ. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്ക് 187 റൺസിന്റെ ലീഡുണ്ട്. 1ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 219 റൺസും ഇന്ത്യ 406 റൺസും എടുത്തു. ISL ഫുട്ബോളിൽ ഇന്ന് ATK മോഹൻ ബഗാൻ ഗോവ പോരാട്ടം. രാത്രി 8-ന് കൊൽക്കത്തയിലാണ് മത്സരം. നിലവിൽ 20 പോയിന്റോടെ ഗോവ 1ാം സ്ഥാനത്ത് തുടരുന്നു. ഗാസയ്ക്ക് മാനുഷിക സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രമേയം UN രക്ഷാസമിതി പാസാക്കി. 13 വോട്ടുകൾക്കാണ് പ്രമേയം പാസായത്. US-ഉം റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. യുദ്ധം തുടർന്നാൽ ഗാസയിൽ പട്ടിണിക്ക് സാധ്യതയുണ്ടെന്ന് UNന്റെ വേൾഡ് ഫുഡ് പ്രോഗ്രാം മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ ഭക്ഷണത്തിന്റെ അപര്യാപ്തത ഉണ്ടെന്നും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസും മുന്നറിയിപ്പ് നൽകി. കാലിഫോർണിയയിലെ നെവാർക്കിലുള്ള SMVS ശ്രീ സ്വാമിനാരായണ മന്ദിറിനെ ഇന്ത്യ വിരുദ്ധ ചുമരെഴുത്തുകൾ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്തിയ സംഭവത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ഇക്കാര്യം ഇന്ത്യൻ സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ ജേഴ്സി കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, തമിഴ്നാട് കായിക മന്ത്രി ഉദയനിധി സ്റ്റാലിൻ എന്നിവർ സംയുക്തമായി പുറത്തിറക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി 1 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തതിനെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കോടതികളിലെ അടിസ്ഥാന സൌകര്യ വികസനം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. അമൃത് കാലത്ത് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഭാരത് ബഹിരാകാശ നിലയം ഉണ്ടാകുമെന്ന് ISRO ചെയർമാൻ. നവകേരള സദസ്സിന് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ന് ദേശീയ കർഷക ദിനം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയയുടെ 2ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.